വിജയകുമാർ, ഇന്ന് പലതരം ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന ഉണ്ടാകും. ഈ ഫെറസ് ലൊക്കേറ്റർ, അതേപോലെ തന്നെ ഡീപ്പ് മൈൻ സെർച്ച്, ഈ പറയുന്ന അത്യാധുനിക സോണാർ സിസ്റ്റം, ഡീപ്പ് സെർച്ച് സോണാർ സിസ്റ്റം ഒക്കെ ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇന്നത്തെ ഒരു തെരച്ചിൽ നമ്മൾ ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി ഒന്ന് വിശദീകരിച്ചാൽ ഏത് രീതിയിലായിരിക്കും? ക്രിസ്റ്റീന, സ്മിത, ഈ ഫെറക്സ് ലൊക്കേറ്റർ 120 എന്നതാണ് സൈന്യം ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപകരണം. അത് കരയിലാണ് കൂടുതൽ പ്രയോജനപ്പെടുക. അത് വെള്ളത്തിൽ അതിൻ്റെ പ്രയോഗ സാധ്യത തീരെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കരയിലെ തെരച്ചിലിന് ഫെറക്സ് ലൊക്കേറ്റർ 120 ഉപയോഗിക്കുമെന്ന് കരുതുന്ന പൂനെ മിലിറ്ററി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധരാണ് ഈ രണ്ട് ഉപകരണങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അവർ ഇന്നലെ സജീവമായി രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്നു. ഇന്നും അവരുടെ സേവനം അവിടെ ഉണ്ടാകുമെന്ന് ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. അവരവിടെ നിന്ന് മടങ്ങും എന്ന് ഇന്നലെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പക്ഷേ അവർ നിഷേധിച്ചു അവിടെ തുടരും എന്നാണ് അറിയിച്ചത്. അങ്ങനെയാണെങ്കിൽ ഫെറക്സ് ലൊക്കേറ്റർ 120 ഉപയോഗിക്കുമെങ്കിൽ അത് കരയിൽ ഇന്നും ആ പരിശോധന തുടരും. ഒപ്പം സമാന്തരമായി പുഴയിലും ആ പരിശോധന തുടരും എന്ന് വേണം നമുക്ക് അറിയാൻ. ഇതാണ് ആ മേഖലയുടെ ഒരു മാപ്പ്. ഇതാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഭാഗത്ത് മണ്ണിടിഞ്ഞ് കിടക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ കാണാം. വളരെ ദീർഘമായി, എന്താ വെച്ചാൽ ഏതാണ്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ കിലോമീറ്റർ ദൂരത്തോളം മണ്ണിടിഞ്ഞ് പുഴയിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം, അതായത് 25 അടി താഴ്ച, അതായത് ഈ പുഴയുടെ ഈ ഭാഗം എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ഒരു 25-30 അടി താഴ്ചയുള്ള ഭാഗമാണ് ഈ പുഴയുടെ ഈ ഏരിയ ഒക്കെ. ഇത് കടലിലേക്ക് എത്തുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യും. 25 അടി 30 അടി താഴ്ചയിലുള്ള ഈ പുഴയുടെ ഏറ്റവും ഒടുവിൽ വന്ന കണക്കനുസരിച്ച് 40 മീറ്റർ അകലെ ഒരു പ്രധാനപ്പെട്ട സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ പുഴയിൽ നിന്ന് ഏകദേശം ഈ മണ്ണിടിഞ്ഞ് കിടക്കുന്ന ഭാഗത്തിനൊക്കെ ഏതാണ്ട് ഇവിടെ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതൊരു കുറെ തിക്കായ ഒരു സിഗ്നലാണ് ആ ഭാഗത്ത് ലഭിച്ചിരിക്കുന്നത്. ആ സിഗ്നൽ എന്ന് പറയുമ്പോൾ അത് ഒരു എന്താണ് 8 മീറ്റർ താഴ്ചയിൽ എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമായിരിക്കുന്നത്. ഒരു 8 മീറ്റർ താഴ്ചയിൽ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിഗ്നൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന പരിശോധനയാണ് ഇന്ന് വളരെ നിർണായകമാകുക. 8 മീറ്റർ താഴ്ചയിലുള്ള സിഗ്നൽ പരിശോധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ നാവികസേന ഇവിടേക്ക് കൊണ്ടുവരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ പരിശോധനയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെ കരുതാം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് അപ്പോഴും ഈ മൺകൂമ്പാരമാണ്. അതായത് ഇവിടെ ഈ മണ്ണിടിഞ്ഞ് വീണതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാകെ വലിയ മൺകൂമ്പാരം വീണ് കിടക്കുകയാണ്. അത് പുഴയിലേക്ക് മറിഞ്ഞ് പുഴയിൽ വലിയ തുരുത്തുകൾ, ഈ ഭാഗത്തൊക്കെ വലിയ തുരുത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു 30 അടി എന്ന് വെച്ചാൽ കണക്ക് പറയുന്നത് 30 അടി ഉയരത്തിൽ മൺകൂമ്പാരം എന്ന് പറയുമ്പോൾ 25 അടി താഴ്ചയിലുള്ള പുഴയിൽ 30 അടി ഉയരത്തിൽ തുരുത്തുണ്ടെന്ന് പറയുമ്പോൾ മണ്ണിനടി ഏതാണ്ട് വെള്ളത്തിന് മുകളിൽ 5-6 അടി ഉയരത്തിൽ മണ്ണ് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും മണ്ണ് ഈ വെള്ളത്തിൽ വീണിട്ടുണ്ട്. അതിനടിയിൽ എന്തൊക്കെ ഉണ്ട് എന്നത് കണ്ടുപിടിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണഗതിയിൽ നമുക്ക് നമ്മളുടെ നിലവിലുള്ള സാങ്കേതിക സൗകര്യങ്ങൾ മുഴുവൻ അവിടെ ഉപയോഗിച്ചാൽ പോലും ഈ മണ്ണിനടിയിലേക്ക് എത്രത്തോളം താഴ്ചയിലേക്ക് റഡാറിന് വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയുമെന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ പലപ്പോഴും ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരം തെറ്റിദ്ധരിപ്പിക്കുന്ന ധാരാളം വിവരങ്ങൾ ഈ റഡാർ തന്നുകൊണ്ടേയിരിക്കും. ആ റഡാർ എന്ന് പറയുന്ന സാങ്കേതിക സംവിധാനത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. നമ്മൾ ഇന്നലെയും ഒക്കെ പറഞ്ഞാണ്, നമ്മളുടെ കേരളത്തിൻ്റെ പശ്ചിമഘട്ട മേഖല പോലെ അല്ല ഈ ഭാഗത്ത് കുറെ കൂടി വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് വളരെ വളരെ തിക്കായ ഒരു പച്ചപ്പ് ഈ ഭാഗത്താകെ കാണാം. ഇത് മണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ്, ചുവന്ന മണ്ണ് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇതിനടിയിൽ പാറക്കൂട്ടങ്ങളുണ്ട്, പക്ഷേ പുറമേക്ക് മണ്ണാണ്. ഈ മണ്ണിൽ ധാതു നിക്ഷേപങ്ങളുണ്ട്, ഈ പാറകളിൽ ധാതു നിക്ഷേപമുണ്ട്. ഇത് മുഴുവനാണ് ഏതാണ്ട് 150 മീറ്റർ ഉയരത്തിൽ നിന്നുള്ളതാണ് പ്രാഥമിക കണക്ക് പറയുന്നത്. 150 മീറ്റർ ഉയരത്തിൽ ഇത് ഇടിഞ്ഞ് താഴേക്ക് വീണതാണ്. അപ്പോൾ ഈ പാറക്കൂട്ടങ്ങളിലൊക്കെയുള്ള ധാതു നിക്ഷേപങ്ങളിലേക്ക് റഡാർ സിഗ്നൽ പോവുകയും അത് തിരികെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ നൽകുകയും ചെയ്യും. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ നിന്നൊക്കെ കരയിൽ നിന്നൊക്കെ കിട്ടിയ പരിശോധനയിൽ അതൊക്കെയാണ് വ്യക്തമായത്. അപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആശ്രയിക്കാവുന്നത് ഇത്തരം റഡാറുകൾ, കരയിലും വെള്ളത്തിലും ഉപയോഗിക്കുന്ന അത്തരം സാങ്കേതിക സംവിധാനങ്ങൾ മാത്രമാണ്. പക്ഷേ അവിടെയും നമ്മളുടെ പ്രശ്നം എന്താണ്? നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മിസ്ലീഡ് ചെയ്യുന്ന വിവരങ്ങൾ അവിടെ നിന്നും കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇനിയത്തെ പരിശോധന, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ പരിശോധന മുഴുവൻ കേന്ദ്രീകരിക്കാൻ പോകുന്നത് ഈ പുഴയിൽ നിന്ന് ഏതാണ്ട് 40 മീറ്റർ അകലെ ഉള്ള ഈ ഏതാണ്ട് 8 മീറ്റർ താഴ്ചയിലുള്ള ഒരു അജ്ഞാത വസ്തു, ആ വസ്തുവിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന പരിശോധനയായിരിക്കും ഇന്ന് മുഴുവൻ നടക്കുന്നത്. അത് നമുക്ക് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുമെന്ന് തന്നെ കരുതാം. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഒരു മൃതദേഹം അവിടെ നിന്ന് കിട്ടിയെന്ന് പറയുന്നു. നമ്മൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് ഈ അപകടം നടന്ന ഈ സ്ഥലത്ത് നിന്ന് താഴേക്ക് 7-8 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ദിവസങ്ങളോളം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത്. അത് ഈ പുഴയുടെ
മറുഭാഗത്തുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലെ ചില കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളിൽ നിന്നുള്ള പലരും മിസ്സിംഗ് ആണ്. ഈ പുഴയിലേക്ക് വെള്ളം അതുപോലെ ശക്തിയായ ജലപ്രവാഹം ഉണ്ടാവുകയും പുഴ ഏതാണ്ട് ഒരു സുനാമി കണക്കെ തീരത്തേക്ക് ഇടിച്ച് കയറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെയുള്ള ആളുകളുടെ അവർ ഈ കാഴ്ച കണ്ട് എന്നാൽ കടൽ പുഴയിലേക്ക് കയറി വരുന്നു എന്ന് ഭയന്നു പോയി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ നിലയിൽ ഈ പുഴ വല്ലാതെ കരയിലേക്ക് കയറി ഈ തീരമേഖലകളിലൊക്കെയുള്ള ചില ഗ്രമങ്ങൾ പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട്. നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കുള്ള നഷ്ടം, ആൾനാശമൊക്കെ ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ആ മേഖലയുടെ ഭൂമിശാസ്ത്രം തന്നെ ആകെ മാറിപ്പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അപകടത്തിൽപ്പെട്ട ഒരു ഗ്രാമത്തിലെ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് എന്ന് പറയുന്നു. തിരിച്ചറിഞ്ഞിട്ടില്ല. തിരിച്ചറിയാൻ ഒരു പക്ഷേ DNA പരിശോധനയൊക്കെ വേണ്ടി വരുമായിരിക്കും. അത് കിട്ടിയത്, ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ, അത് കിട്ടിയത് ഈ താഴെ 7-8 കിലോമീറ്റർ താഴേക്കാണ് അത് വന്നിരിക്കുന്നത്. നേരത്തെ ആ ടാങ്കർ ലോറിയുടെ കാര്യം പറഞ്ഞു, അതും ഏതാണ്ട് 8-9 കിലോമീറ്റർ താഴെ നിന്നാണ് കിട്ടിയത്. ഇപ്പോഴും അത്തരം ടാങ്കർ ലോറികൾ കിട്ടാനുണ്ട്. അതിൽ ഒരു ടാങ്കർ ലോറി പാചകവാതകമായിരുന്നു. അത് വെള്ളത്തിൽ വീണ് പൊട്ടിത്തെറിച്ച് സുനാമി കണക്കെ ജലം കരയിലേക്ക് അടിച്ചു കയറി തിളച്ചു പൊങ്ങി എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് അതൊക്കെ. അപ്പോൾ അത്തരം വിവരങ്ങളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. ഓരോ ദിവസവും അവിടെ കാണാതായ ആളുകളെ പറ്റിയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. മിസ്സിംഗ് കേസുകളുടെ എണ്ണം കൂടുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അതൊക്കെ കണ്ടെത്താനുള്ള തെരച്ചിൽ അവിടെ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിപ്പോൾ നമ്മൾ വലിയ സമ്മർദ്ദമൊക്കെ ചെലുത്തി നടത്തുന്ന ഒരു വലിയ ഇടപെടലിൻ്റെ ഒക്കെ ഭാഗമായി നടക്കുന്ന തെരച്ചിലാണ്. അവിടെ ഇപ്പോൾ നമ്മളുടെ മാധ്യമപ്രവർത്തകരൊക്കെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉള്ളവരോട്, നമ്മളുടെ മാധ്യമപ്രവർത്തകരോടും കേരളത്തിൽ നിന്നുള്ളവരോടും ആ നാട്ടുകാർ പറയുന്നത് ഞങ്ങളുടെ ആളെ കൂടി കണ്ടെത്താനുണ്ട്, നിങ്ങൾ അതുകൂടി ഒന്ന് പറയണം എന്നാണ്. അപ്പോൾ അവർക്ക് മുഖ്യമന്ത്രിയെ കാണാൻ അനുവാദം കിട്ടിയില്ല, സിദ്ധരാമയ്യെ കാണാൻ അനുവാദം കിട്ടിയില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഒന്ന് കേൾക്കുന്നുണ്ട്. വസ്തുതയും അത് തന്നെയാണ്, നമ്മൾ ദൃശ്യങ്ങളിലും കാണുന്നതാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒറ്റ പ്രതീക്ഷയുള്ളൂ, ഈ 40 മീറ്റർ ആഴ്ചയിൽ എന്താണ് ഉള്ളത് എന്ന് നമുക്ക് കണ്ടെത്തണം. ഒപ്പം ഈ കരയിൽ നടക്കുന്ന പരിശോധന, അപ്പോൾ കരയിൽ നിന്ന് പൂർണ്ണമായും പരിശോധന നിർത്തുന്നില്ല, കരയിലെ പരിശോധനയും തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. കരയിലും വെള്ളത്തിലും ഒരുപോലെ പരിശോധന നടക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്, ഞാനിപ്പോൾ ആ മേഖലയിലെ വെതർ ഫോർകാസ്റ്റ് നോക്കിയായിരുന്നു. ഹെവി റെയിൻ അവിടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇടിമിന്നലും കാറ്റിനും സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഷിരൂർ, അങ്കോളി മേഖലയിൽ വലിയ മഴ പെയ്യും. രാവിലെ മുതൽ തന്നെ മഴ തുടങ്ങുമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ ലാൻഡ് സ്ലൈഡ് ഈ മണ്ണിടിച്ചിലുണ്ടായ ദിവസമൊക്കെ പെയ്തതുപോലത്തെ ഹെവി റെയിൻ, ഹെവി ടു വെരി ഹെവി എന്ന മട്ടിലുള്ള കണക്കുകളാണ് വെതർ ഫോർകാസ്റ്റിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ രക്ഷാപ്രവർത്തനം വീണ്ടും മന്ദഗതിയിലാകും. ഈ മണ്ണ് കൂടുതൽ വെള്ളത്തിലേക്ക് ഇറങ്ങും. വെള്ളത്തിലെ പരിശോധനയിൽ ഈ ചെളി നിറഞ്ഞ മണ്ണ് വീണ്ടും തടസ്സമുണ്ടാകും. അപ്പോൾ ഒന്നും സുഗമമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം, ഒന്നും അത്ര എളുപ്പമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് ഈ 8-ാം ദിവസവും. അങ്ങനെ തന്നെയാണ് വിജയകുമാർ. തീർച്ചയായിട്ടും ദുർഘടം പിടിച്ചതാണ്, വലിയ ബുദ്ധിമുട്ടാണ്, വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പക്ഷെ എല്ലാവരും എന്തെങ്കിലും ഒരു നല്ല വാർത്ത കിട്ടുമോ, ഒരു കച്ചിത്തുരുമ്പെങ്കിലും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയോടെയാണ് നോക്കി നിൽക്കുന്നത്.